ഒരു 1000-1500 രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത്, ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ അത് അടച്ചിട്ട് പോയെന്ന് പറയും. അത് അടയ്ക്കാൻ പോയപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഈ വീടിന് ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രൂവൽ നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ പഞ്ചായത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെയായിരുന്നു കുറേ കാലം. പിന്നെ അത് പുള്ളി സംഘടിപ്പിച്ച് ആ സമയത്താണ് നമ്മുടെ അപ്രൂവൽ എടുത്ത പയ്യൻ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളത് അപ്രൂവൽ പിന്നെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ആദ്യം അപ്രൂവൽ എടുത്ത ആളെ കൺസൈൻസ് ലെറ്റർ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കിട്ടി, അത് ഇമെയിൽ അയച്ച് അത് അപ്രൂവ് ആയത് ശരി കഴിഞ്ഞ ശേഷമാണ് പിന്നെ K-SMART എന്ന് പറഞ്ഞൊരു സിസ്റ്റം വരുന്നത്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, K-SMART വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ വർക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. സിസ്റ്റം എറർ ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് K-SMARTൻ്റെ ഇത് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ താജ് പത്തനംതിട്ട തന്നെ നമ്മൾ പുള്ളി ഹെഡ് ക്ലർക്കാണ് പഞ്ചായത്തിൽ. അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിറോസ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയും. അത് പ്രകാരം കഴിഞ്ഞ ആഴ്ച അവരെ വീട്ടിൽ പോയി അത് കംപ്ലീറ്റ് ഡയമെൻഷനും കംപ്ലീറ്റ് എല്ലാം എടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് സബ്മിറ്റ് ചെയ്യണം. അത് വരച്ച് റെഡിയായി കഴിഞ്ഞാൽ ഈ ആഴ്ച നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. നമ്മൾക്ക് അങ്ങനെ കൊടുക്കാതിരുന്നിട്ട് ഇപ്പം എന്താ നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്?